മാക്സിമം ഓപ്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ മാക്സിമം ശ്രമിച്ചിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കാനാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. മാക്സിമം പോസിബിലിറ്റി ഉണ്ടോ നമ്മൾ മാക്സിമം തന്നെ ശ്രമിക്കുക തന്നെ വേണം. അതിനുള്ള പോരാട്ടം നടത്തണം. മനസ്സ് കാണിച്ചിട്ട് നടക്കില്ല എങ്കിൽ അതിനെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അപ്പൊ ഇമോഷൻസിന്റെ മേൽ നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ സാധിക്കും. അത് ഒരു ദിവസമോ 2 ദിവസവും കൊണ്ട് കിട്ടുന്നതല്ല. സ്ഥിരമായ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്ത് ഈ ഇമോഷൻസിനെല്ലാം നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു റോസ മാഡം. രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവനവന് വേണ്ടി ജീവിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പറയുന്നത് ഒറ്റക്കാർക്കും ഈ ലോകത്തില് എല്ലാം തൃപ്തികരമായി ജീവിക്കാൻ പറ്റില്ല. അതിന് സമൂഹത്തെയും വ്യക്തികളെയും ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഒരു ചായ ഉണ്ടാക്കണമെങ്കിലും പോലും നമ്മൾക്ക് പല ആളുകളെ ആശ്രയിക്കേണ്ടി വരും. ഒരു വണ്ടി നമ്മൾക്ക് ഓടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പോലും പല ആളുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഡ്രൈവിംഗ് പഠിക്കണം, പിന്നെ വണ്ടി വാങ്ങി പെട്രോൾ അടിക്കണം, അങ്ങനെ പല പല ആളുകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പൊ പല ആളുകളെ ആശ്രയിച്ചാലേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആവശ്യം. അപ്പൊ അവനവന് വേണ്ടി ജീവിക്കുക എന്നത് ഇപ്പൊ നമ്മള് ഒരു മെന്റൽ സ്റ്റേജാണ്. ഇപ്പൊ ലോകത്തുള്ള സകല ജീവികളും അവനവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ ഷെയർ ചെയ്യുന്നതിനാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതില് സ്വയം പര്യാപ്തത നേടുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്വയം പര്യാപ്തത, പിന്നെ വൈകാരികമായിട്ട് സ്വയം പര്യാപ്തത. സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള സ്വയം പര്യാപ്തത എന്ന് പറയുന്നു. അപ്പൊ വൈകാരികമായ സ്വയം പര്യാപ്തത രണ്ടാമത്തേത്. അപ്പൊ അതിനെ പറയുന്നത് ഒരു വ്യക്തിയുടെ സന്തോഷം കണ്ടെത്താൻ, അദ്ദേഹത്തിന് ആവശ്യ സന്തോഷവും ദുഃഖവും എല്ലാം കണ്ടെത്താനായിട്ട് സ്വയം കഴിയുന്നുണ്ടെങ്കിൽ അത് വൈകാരികമായ സ്വയം പര്യാപ്തത എന്ന് പറയുന്നു. അപ്പൊ അതിന് ഉദാഹരണങ്ങൾ പറയുന്നത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഠിനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ 2 പേര് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അത് അനുഭവിക്കുന്നത്. അതില് എളുപ്പത്തില് പല പ്രശ്നങ്ങളെയും മറികടക്കുന്ന ആൾക്ക് അത് പ്രാക്ടീസ് ആയിരിക്കും. അപ്പൊ ചില സമയത്ത് മരണത്തെ പോലും മുന്നിൽ കണ്ടാലും ഒട്ടും കൂസാത്ത അവസ്ഥ, അതിനെ മുന്നിൽ കണ്ടാൽ പോലും അദ്ദേഹം ഭയപ്പെടില്ല. അപ്പൊ മറ്റേയാള് ചിലപ്പോ ചെറിയ പ്രശ്നങ്ങൾ കണ്ടാൽ പോലും ഇമോഷൻ ആയി അതിൽ ചിലപ്പോ ബോധം കെട്ടൊക്കെ വീണിട്ടുണ്ടാവും. പക്ഷെ ഇത് പോലും ചെയ്യാത്തൊരവസ്ഥ, ഭയക്കാത്ത അവസ്ഥ. അപ്പൊ ഈ എന്തിനും പോസിബിലിറ്റി കണ്ടെത്തുന്ന അവസ്ഥ, അതിനെയാണ് പിന്നെ പരമാവധി പരിശ്രമിക്കാനുള്ള മനസ്സ്. അങ്ങനെയുള്ള മെന്റാലിറ്റി ആവണം നമ്മളുടേത്. അതിനെയാണ് വൈകാരികമായിട്ടുള്ള സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏറ്റെടുത്ത ഒരു ജോലി, എന്താണോ നമ്മൾ ചെയ്യുന്നത്, ഏറ്റെടുത്തൊരു ജോലി, അത് തുടർച്ചയായിട്ട് അതിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ സ്വയം മറികടന്ന് അതിൽ സൊല്യൂഷൻ കണ്ടെത്തി അതിന്റെ വിജയത്തിന്റെ അവസാനം വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വൈകാരികമായ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവരാരുടെ മുന്നിലും തോൽക്കില്ല. കാരണം അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സ്വയം പരിഹാരം കണ്ടെത്താനും അതിനെ മറികടന്ന് ആ സക്സസിലേക്ക് അവർ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് അത് അവസാനിപ്പിക്കാനായിട്ടുള്ള കഴിവ് അവർ നേടിയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴാണ് നമ്മൾക്ക് വിജയം ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവർക്കും വൈകാരികമായ സ്വയം പര്യാപ്തത നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
വൻ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന്, ജീവിതത്തിൽ വൻ വിജയങ്ങൾക്ക് മുന്നിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നന്നായിട്ട് സംസാരിച്ചു. നമുക്ക് ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ കൂടെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് പലതും ജീവിക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ചായ ഉണ്ടാക്കണമെങ്കിൽ വളരെയധികം ആൾക്കാരുടെ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഒരു ചായ പോലും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ലോകത്ത് ഒരു ജീവിയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. ബന്ധങ്ങൾ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കൂടെ നമ്മുടെ ജീവിതം ഷെയർ ചെയ്യുന്നതിനാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആയാൽ അത് പിന്നെ ബന്ധങ്ങളല്ല. പിന്നെ സന്തോഷത്തിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കണം. പിന്നെ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്കണോമിക്കലായിട്ട് സെൽഫ് സഫിഷ്യൻസി ഇതാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി നമ്മൾ ഉണ്ടാക്കണം. അതിന് ഉദാഹരണം പറഞ്ഞത് രണ്ടുപേരും കൂടി യാത്ര പോകുന്നു. കൂടുതൽ സഹിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കൂടുതലായിട്ട് അതിൽ അവർ പ്രാക്ടീസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി കിട്ടുന്നത്. അപ്പോൾ മരണം മുന്നിൽ വന്ന് നിന്നാൽ പോലും അത് അചഞ്ചലനായിരിക്കുമ്പോഴാണ് ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടായി ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിന്റെ വാക്കുകൾ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു ലാസർജി. താങ്ക് യു സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നിവിടെ നമ്മൾ കേട്ട വീഡിയോയില് സ്വയം പര്യാപ്തത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണത് മറ്റുള്ളവരാകരുത്, നമ്മൾ തന്നെ ആവണമെന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സാമൂഹികമായി നമ്മളെല്ലാവരും സമൂഹത്തിലെ എല്ലാവരെയും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ജീവിച്ച് പോകുന്നത്. പക്ഷെ നമ്മളുടെ സുഖദുഃഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനൊക്കെ നമ്മൾ തന്നെ ഒരു കൺട്രോളറായിട്ട് നമുക്ക് തന്നെ ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ മനസ്സിനെ ക്രമീകരിക്കുമ്പോഴാണ് ആ സുഖദുഃഖങ്ങൾ നമ്മളുടെ കൺട്രോളിൽ വരിക. മറ്റുള്ളവരാണ് നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകളാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സുഖദുഃഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എപ്പോഴും നമ്മളുടെ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതും അതിലേക്ക് എത്തുന്നതും നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മളുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ടും നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറി വരാൻ കഴിയും. ഒരിക്കലും മറ്റുള്ളവരിൽ ആയിരിക്കരുത് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം, അതിൽ നിന്ന് ശരിയെന്താണ് തെറ്റേതാന്ന് തിരിച്ചറിഞ്ഞ് തീരുമാനം എടുക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു മനസ്സിനെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനും ആ സാഹചര്യത്തിൽ ജീവിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് സൂപ്പർ. താങ്ക് യു. താങ്ക് യു. മോർണിംഗ് സാർ. അവനവന് വേണ്ടി ജീവിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. നമ്മൾ സമൂഹമായും ഒറ്റയായും നമ്മൾ ജീവിച്ചാൽ അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ചായക്കാണെങ്കിലും തേയില, പഞ്ചസാര, പാല് ഇവയെല്ലാം ഒന്നു ചേരുമ്പോഴാണ് അത് ചായയായി മാറുന്നത്. ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കാനായിട്ട് നമുക്ക് റോഡ് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ല. അത് സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ നമ്മൾക്ക് ആ റോഡ് സൃഷ്ടിക്കുന്നതും അതിലൂടെ നമുക്ക് വാഹനങ്ങൾ ഓടിച്ച് സുഖമായി പോകാൻ സാധിക്കുന്നത്. അതുപോലെ ബന്ധങ്ങള് അവനവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവിടെ ഏത് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളൊരു മറ്റൊരാളുമായിട്ട് പോയാൽ അത് സഹിക്കാനുള്ള മനക്കരുത്തുള്ളവൻ
അവിടെ പരാജയപ്പെടുന്നില്ല. അതിനെ മറികടന്ന് പോവുകയാണ്. അത് ഏത് അപകട സീനാണെങ്കിലും അല്ലെങ്കിൽ മരണമാണെങ്കിൽ പോലും അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനുള്ള ഒരു മനോധൈര്യം, അതായത് മറ്റുള്ളവനെ പഴിക്കാതെ ആ ഒരു ഏത് പ്രതി കാരണത്താലും പ്രകൃതിയുടെ ഇത് കാരണത്താലും നമ്മുടെ ഇമോഷൻസിന്റെ ഒരു തടസ്സം വരുത്താതെ നമ്മൾ അത് മറികടക്കാൻ സന്തോഷകരമായിട്ട്, അത് ഒരു മരണമാണെങ്കിൽ പോലും അത് മറികടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന് വേണം പറയാൻ. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ജീവിതമല്ല. മറ്റുള്ളവർ പറയുന്നതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാലും നമ്മൾ അത് ചിന്തിക്കണം, ആ പോക്ക് ശരിയാണോ. അതേപോലെ തന്നെ ബന്ധങ്ങൾ പലതും നമുക്ക് മുറിഞ്ഞു പോകുന്നത് ഒരു കാരണവും നമ്മൾ മറ്റുള്ളവരെ തന്നെ ആശ്രയിച്ച് പോകാൻ പറ്റില്ല. ഒരു പരിധി കഴിയുമ്പോൾ ആ ബന്ധം മുറിഞ്ഞു പോകും. അപ്പോൾ ആ ബന്ധം മുറിക്കാതെയും എങ്ങനെ നമ്മൾക്ക് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റും. ദേഷ്യവും കരച്ചിലും ഭയവും ഒക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ പോകുമ്പോൾ നമ്മൾ ജീവിതം മറികടന്നു എന്ന് വേണം പറയാൻ. സഹിക്കാനുള്ള വൈകാരികമായി നമ്മളെല്ലാം സ്വയം പര്യാപ്തരാകുക, ഇതാണ് ഇന്നത്തെ കിട്ടിയ നമ്മുടെ വിഷയം. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു അനിമ. എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. കൺഗ്രാജുലേഷൻ. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇതിനുവേണ്ടി എഫേർട്ട് എടുത്ത എല്ലാ ലീഡേഴ്സിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്ന് നമ്മൾ കേട്ടത് അനിൽകുമാർ PC എന്ന് പറയുന്ന മൈൻഡ് ട്യൂണർ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് അദ്ദേഹം. ഓഫ്ലൈനായും ഓൺലൈനായും ധാരാളം പ്രോഗ്രാമുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഐഡിയാസ് അദ്ദേഹം പലപ്പോഴും ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, എങ്ങനെ വൈകാരികമായ സ്വയം പര്യാപ്തത നേടിയെടുക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി അതെങ്ങനെ നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ആദ്യം പറഞ്ഞ പോയിന്റ് പലരും പറഞ്ഞു, ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് ആളുകളെ സഹകരണം കൂടിയേ തീരൂ. ഒരു ചായ കഴിക്കണമെങ്കിലും പോലും അത് തേരുന്നുണ്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകൾ, പാല് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ പാല് പശുവിനെ വളർത്തിയ അല്ലെ ഒരു വ്യക്തി, അത് കറന്നെടുക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തി, അത് നമ്മുടെ കയ്യിലെത്തിക്കാൻ എഫേർട്ട് ഇടുന്ന ആളുകൾ, പഞ്ചസാര ആണെങ്കിൽ ആ കരിമ്പ് കൃഷി ചെയ്യണം, അത് സംസ്കരിച്ച് പഞ്ചസാരയാക്കണം. അങ്ങനെ നിരവധി ആളുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള നന്ദി, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി എന്തായാലും നമുക്ക് കൂടിയേ തീരൂ. എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം കൂടി നാം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ അത് കേൾക്കാറുള്ളതാണ്. അതിന് അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ഒരു യാത്ര അതിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ആ യാത്രയ്ക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സമചിത്തതയോടുകൂടി എങ്ങനെ അതിനെ നേരിടാം എന്ന് അദ്ദേഹം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ആ യാത്രയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാം, ബുദ്ധിമുട്ട് വരാം, കഷ്ടപ്പാട് വരാം, അതിനെല്ലാം ഇങ്ങനെ കൂളായിട്ട് നമുക്ക് അതിനെ നേരിടാം. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എങ്ങനെ നേരിടാം. അങ്ങനെ നേരിടാൻ കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് നമ്മൾ എത്തുന്നത്. വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞത്, മരണം വന്നാൽ പോലും മരണം എന്തെങ്കിലും വരട്ടെ, നമുക്കതിനെ നേരിടാം.
രസകരമായ രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ എത്ര കഠിനമായ സാഹചര്യം വന്നാലും അതിനെ വളരെ സിമ്പിളായിട്ട് നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നാം പഠിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെ പോയാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം അത് തീരുന്നില്ല എങ്കിൽ അതിന് സ്വീകരിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എത്ര മോശമായ സാഹചര്യത്തിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അതിൻ്റെ പോരായ്മയോടുകൂടി ഉൾക്കൊള്ളുക, നന്മകൾ കണ്ടെത്തുക. ഇത്തരത്തിലുള്ള മെന്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും വളരെ സന്തോഷത്തോടു കൂടി ഓരോ നിമിഷവും ഈ ഭൂമിയിലായിരിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇത്തരം ട്രെയിനിങ്ങുകൾക്കും ഈ സൂം പ്ലാറ്റ്ഫോമിനും നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തോട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു. അടുത്ത ആൾക്ക് സംസാരിക്കും. ഈ പ്രോഗ്രാം റെക്കോർഡറാണ്, അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുക. വെൽക്കം. ഇനിയും സമയമുണ്ട്, 1 മിനിറ്റ് വെച്ച് സംസാരിക്കാൻ പറ്റാതിരുന്ന ആൾക്ക് ഇനിയും സംസാരിക്കുക. വെൽക്കം. 1 മിനിറ്റ്. താങ്ക് യു. ബ്രേക്ക് ഇല്ലാതെ പോട്ടെ പ്ലീസ്, അല്ലെങ്കിൽ റിന്യൂ മേഡത്തിലേക്ക് പോവാം. താങ്ക് യു ജോളി സാർ. നമ്മുടെ MLC-യിൽ എല്ലാവരും ഒരുപോലെ പറയണ ഒരു വാക്കാണ് സാറ് ക്ഷമയുടെ പര്യായമാണെന്ന്. ആ ക്ഷമ എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു കഴിവാണ്. അപ്പൊ അതിലൂടെ ആ ക്ഷമയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സാറ് എപ്പോഴും സാറ് പറയുമ്പോഴെല്ലാം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ക്ഷമയിലൂടെയാണ് സാർ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നതും പറയുന്നതും. ഇപ്പൊ ഇതിലെ ആ സാരാംശങ്ങളെല്ലാം പറഞ്ഞതിന്റെ ഉള്ളിലും ആ ക്ഷമ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും റോൾ മോഡലാണ്. അത് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. അപ്പൊ ഇനി ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും പ്രത്യേകിച്ച് ജോളി സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും ഈ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദൈവിക ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സ്പർശിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ ശ്വാസത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം നമ്മളിലുള്ള എല്ലാ ചിന്തകളും വിഷമങ്ങളും പരാജയഭീതിയും ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായി നമുക്ക് സങ്കല്പിക്കാം. നാം പൂർണ്ണമായും സന്തോഷാവസ്ഥയിലാണ്. എല്ലാവരും നട്ടെല്ല് നിവർത്തിയിരുന്ന് ദീർഘശ്വാസം എടുക്കണം. ദീർഘശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ചുരുണ്ടുകൂടി കിടക്കുന്ന ശ്വാസകോശത്തെ നിവർത്താനും വികസിപ്പിക്കാനും അതുവഴി അതിലേക്ക് വന്നു ചേരാനിടയുള്ള രോഗാണുക്കളെ ചെറുക്കാനും നമുക്ക് സഹായിക്കും. അത് പ്രാണായാമം അഭ്യസിക്കുന്നതിലൂടെ പല രോഗങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നട്ടെല്ല് നിവർത്തിയിരുന്ന് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. ശ്വാസത്തെ പതുക്കെ സാവധാനം പുറത്തേക്ക് വിടുക. ഇപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ രചയിതാവായ ഈശ്വരനിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിക്കാം. നമ്മെ സൃഷ്ടിച്ച ആ മഹാശക്തിയുടെ ജീവസാന്നിധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്നും അത് ദൈവികമായ ഒരു പരിപൂർണതയാണെന്നും അതിന്റെ മുമ്പിൽ നമ്മുടെ ശരീരത്തിലെയോ മനസ്സിലെയോ ഒരു പോരായ്മകൾക്കും ബുദ്ധിമുട്ടുകൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും നാം അറിയണം. ആ ജീവസാന്നിധ്യത്തിന്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ പോരായ്മകളും അസ്വസ്ഥതകളും പൂർണ്ണമായും പരിഹരിച്ച് സന്തോഷവും സമാധാനവും നമുക്ക് നേടിയെടുക്കാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. സാവധാനം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിന്റെ കാൽപാദങ്ങളിലേക്കും കാൽമുട്ടുകളിലേക്കും അരഭാഗത്തേക്കും ചെസ്റ്റ് പോർഷനിലേക്കും തലച്ചോറിലേക്കും കൊണ്ടുവരാം. ദൈവിക ഊർജം അവിടെയെല്ലാം കടന്നു ചെന്ന് അവിടെയുള്ള എല്ലാ പോരായ്മകളെയും അസ്വസ്ഥതകളെയും പൂർണ്ണമായും പരിഹരിച്ച് നമ്മുടെ സ്വയം ചികിത്സാ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. നാം പൂർണ്ണമായും റിലാക്സേഷനിലാണ്.
ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട്. നമുക്ക് വണ്ട് മൂളുന്ന മാതിരിയുള്ള ഒരു ഭ്രമരി പ്രാണായാമം അഭ്യസിക്കാം. ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ എല്ലാ നാഡീഞരമ്പുകളെയും അത് ഉത്തേജിപ്പിക്കുകയും ആ ഒരു വൈബ്രേഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു തരംഗം, നമ്മുടെ ഫോണൊക്കെ വൈബ്രേഷൻ മോഡിൽ ഇടുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതുപോലത്തെ ഒരു ഫീലിങ്സ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും അതുവഴി അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളെ ചെറുക്കാനും നമ്മുടെ ഓർമ്മശക്തിയെ കൂട്ടാനും നമുക്ക് സാധിക്കും. അപ്പം ബ്രീത്ത് ഇൻ ഡീപ്, ഹോൾഡ് ചെയ്യുക, വണ്ട് മൂളുന്ന മാതിരി നമുക്കത് പുറത്തേക്ക് വിടാം. ബ്രീത്ത് ഇൻ ഡീപ്, ഹോൾഡ് ചെയ്യുന്നു, വണ്ട് മൂളുന്ന മാതിരി പുറത്തേക്ക് ഇടാം. ഒന്നുകൂടെ. ഡീപ്പ് ഇൻ ബ്രീത്ത്, ബ്രീത്ത് ഇൻ ഡീപ്, ഓക്കെ. നമ്മുടെ ശരീരത്തിൽ ഇട, പിങ്കള എന്ന് പറയുന്ന നാഡികളാണ് തലച്ചോറിന് സംവേദനങ്ങൾ എത്തിക്കുന്നത്. അവ ടച്ച് ചെയ്ത് പോകുന്ന എനർജി പോയിന്റ്സിനെയാണ് നമ്മൾ ചക്ര എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 7 ചക്രകളുണ്ട്, മഴവില്ലിന്റെ 7 നിറങ്ങൾ പോലെ. അതില് മൂലാധാര ചക്രം എന്ന് പറയുന്നത് ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്, അത് ചുമപ്പ് കളറാണ്. മൂലാധാര ചക്രം എന്ന് പറയുന്നത് നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ്. പിന്നെ അടുത്തത് നാഭി ചക്രം, അത് ഓറഞ്ച് കളറിനെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ നാഭിയോട് ചേർന്നുള്ളതാണ്. അടുത്തത് ഉദരചക്ര അല്ലെ മണിപ്പൂര ചക്ര എന്ന് പറയുന്നത് സുഖത്തിന്റെ യെല്ലോ കളറിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഹാർട്ട് ചക്ര അഥവാ ഹൃദയ ചക്ര എന്ന് പറയുന്നത് ഗ്രീൻ കളറ്, അത് സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്, അത് ശാന്തിയുടെ പ്രതീകമാണ്. തൊണ്ടക്കുഴിയുടെ വിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരുടെയും ശാന്തിയെ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ തകർക്കാനും സാധിക്കും. ഈ ഒറ്റ വാക്കുകൊണ്ട് തന്നെ ശാന്തി നൽകാനും സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് ആഗ്നേയ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ പുരികത്തിന്റെ മധ്യഭാഗത്തുള്ളതാണ്, അത് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്, അത് കടുനീല കളറാണ് സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ക്രൗൺ ചക്ര എന്ന് പറഞ്ഞ നെറുകയിൽ, ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര പത്മം എന്നറിയപ്പെടുന്നത്, അത് വയലറ്റ് കളറാണ് സൂചിപ്പിക്കുന്നത്, അത് ആനന്ദത്തിന്റെ പ്രതീകമാണ്. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ അല്ല, അത് പറഞ്ഞതാണ്, സോറി. ഇനി നമ്മളുടെ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരാൻ സഹായിച്ച എല്ലാവരോടും നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. ഓരോ ദിവസവും നാം ഇന്നലെ ഉറങ്ങാൻ കിടന്നിട്ട് ഇന്ന് ഉറക്കമുണരാത്തവർ ഒരുപാട് പേരുണ്ടാവും. ചിലർ ഈ ജീവിതത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാവാം. മറ്റു പലരും ഇന്നലെ രാത്രിയിൽ, ഇവിടെയൊക്കെ നല്ല മഴ പെയ്തായിരുന്നു, അപ്പൊ ആ തണുപ്പിൽ ഇതുവരെ എഴുന്നേക്കാതെ പുതപ്പ് മൂടി പുതച്ച് കിടക്കുന്നവരുണ്ടാകാം. അങ്ങനെ പലരും പല രീതിയിലാണ് ഈ പ്രഭാതത്തെ ഇത് കേൾക്കുന്നത്. നമ്മൾ ഇത്രയും പേർ എന്തായാലും നല്ല രീതിയിൽ ഈ എഴുന്നേറ്റ് ഈ നമ്മുടെ ഇതിലേക്ക് പങ്കുചേർന്ന് ആനന്ദം അനുഭവിക്കുകയാണ്. ഈ ആനന്ദം നമ്മുടെ വളരെ ഈ ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജിയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇത് അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക, അതിന് നമ്മൾ നന്ദി പറയണം. പിന്നെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ആഹാരം, ഭക്ഷ്യയോഗ്യമായ എന്തും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേർ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് തീർച്ചയായിട്ടും നന്ദി പറഞ്ഞ് സംതൃപ്തിയോടുകൂടി വേണം ആ ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഓരോ അവയവവും
ആ അവയവങ്ങൾ പണിമുടക്കുമ്പോഴാണ് നമുക്ക് അവയുടെ വില മനസ്സിലാവുന്നത്. അപ്പോൾ ആ അവയവങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. നാം വസിക്കുന്ന വീടിനും വീട്ടിലുള്ള ഓരോ സാധന സാമഗ്രികൾക്കും നമ്മോട് തന്നെയും നമ്മിൽ വസിക്കുന്ന ആത്മാവിനോടും നന്ദി പറയാം. ഒരിക്കലെങ്കിലും നമ്മെ വിഷമിപ്പിച്ചവരും ഉണ്ടാകാം. അവർക്ക് മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കുമ്പോൾ ഡിവൈൻ ഹീലിംഗ് നാം അനുഭവിക്കുന്നു. മഹത്തായ ലക്ഷ്യങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കാം. ഏതാനും അഫർമേഷൻസ് നമുക്ക് ഏറ്റിയെല്ലാം. എൻ്റെ സ്വപ്ന ജീവിതം എൻ്റെ അവകാശമാണ്. എൻ്റെ കൂടെയുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ സമ്പത്തിന്റെ ചെറിയ ഭാഗം ലോക നന്മയ്ക്കായി ദാനം നൽകുന്നു. സ്വപ്ന ജീവിതം, സ്വപ്ന വാഹനം, സ്വപ്ന ഭവനം എല്ലാം എൻ്റെ അർഹതയാണ്. അത് ഈ ജന്മം തന്നെ ഞാൻ നേടുന്നു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക, സാവധാനം പുറത്തേക്ക് വിടുക, ബ്രീത്ത് ഔട്ട്. ഇന്നേ ദിവസം എല്ലാ കർമ്മങ്ങളും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തെ സ്വസ്ഥോ രക്ഷാർത്ഥ ആയുസഹ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ആനന്ദ മുഹൂർത്തവും. നമുക്ക് ആനന്ദം അനുഭവിക്കാനും സന്തോഷം അനുഭവിക്കാനും അത് പ്രദാനം ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു മാഡം. പ്രിനി മാഡം, താങ്ക് യു. താങ്ക് യു. ആത്മാവേ നീ വരേണമേ മനസാമണിക്കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി തീർക്കണേ. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. വാടിപ്പോയതും നീ നനയ്ക്കുക. പവനാത്മാവേ നീ വരേണമേ മനസാമണിക്കോവിലിൽ നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. ഒരു കുട്ടി പ്രസവിച്ചു, 8ാം ദിവസം കുഞ്ഞ് ആ തളന്നു പോയി. ആ 3/4 കിലോ വെയിറ്റുള്ള കുഞ്ഞിനെ മറ്റൊരു വീട്ടുകാരി, വേറെ ആരുമല്ല, നമ്മുടെ ഇതിലുള്ള നമ്മുടെ മേരി സേവറിന്റെ വീട്ടില് അവരാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിനെ നോക്കാൻ ആ തള്ളയ്ക്ക് ജീവൻ കൊടുക്കാൻ. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു മാഡം, ഓൾ ദ ബെസ്റ്റ്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബനലഹരി പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായി പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. താങ്ക് യു. താങ്ക് യു റോസമ്മ, സൂപ്പർ. താങ്ക് യു. താങ്ക് യു. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി
കാനനച്ചോല കുലുങ്ങിയോടി കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പറന്നു പോയി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. മനോഹരമായ ഗാനം. താങ്ക് യു. ജാതിയും സൂപ്പർ. മതവും പ്രായവും പള്ളി അമ്പലവും മോസ്കും ഒന്നുമില്ല, ഈശ്വരൻ എവിടെയാണ് ഉള്ളിൽ തന്നെ. താങ്ക് യു. അടുത്ത പാടും. വെൽക്കം. ഈ പാട്ടിലൂടെ സാർ ഈശ്വരനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതാണ് ഏറ്റവും യാഥാർത്ഥ്യം. താങ്ക് യു സോ മച്ച്. ഞാനൊരു ഭക്തിഗാനം പാടി നോക്കാം. വിമലശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരിമാലി വിമലശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാലി വിമലസ്വരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമെന്നാത്മഹർഷം. പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമെന്നാത്മഹർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരുന്ന ഈ നിമിഷം. കസ്തൂരിമാലി മനസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. താങ്ക് യു സാർ. ഓ സൂപ്പർ രാജീവ് ജി. ഒരുപാട് ജോലി കിടപ്പുണ്ട്, പക്ഷെ ഞങ്ങൾ കേറിട്ട് എങ്ങനെ എഴുന്നേറ്റ് പോകാൻ പറ്റും? അതുകൊണ്ട് ഇവിടെ തന്നെ കുത്തിപ്പിടിച്ചിരിക്കും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഒരു വാക്ക്. നമ്മൾ ഇന്ന് കേട്ടത് അനിൽകുമാർ PC-യുടെ ഒരു വീഡിയോ ആയിരുന്നു. അത് സ്വയം പര്യാപ്തത സ്വന്തമാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. ഇമോഷണൽ സെൽഫ് സഫിഷ്യൻസി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തനിച്ച് ഒന്നും ചെയ്യാനായിട്ടാവില്ല. നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഒരു ചായ എന്താണല്ലേ പറയുമ്പോൾ നിസ്സാരമാണ് ഒരു ചായ. പക്ഷെ ആ ചായ ഉണ്ടാക്കണമെങ്കിൽ അത് തേയിലത്തോട്ടം, പാല്,
അതേപോലെ പാലിൻ്റെ ഡയറി, പഞ്ചസാര, ഇതൊക്കെ ഒരുപാട് കർഷകർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തുന്നത്. കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാകണമെങ്കിൽ ഒരു പണിയുമില്ലേ? അതുപോലെ തന്നെ അത്രയും വേറൊരാളുടെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇത് മൂന്നും ഉണ്ടെങ്കിൽ പോലും നമുക്കത് പാല് ചായ ആക്കണമെങ്കിൽ ഒരു പാത്രം വേണം. ആ പാത്രം ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ. പിന്നെ ഈ പാത്രം ഉണ്ടായാലും പോരാ, അത് നമ്മൾ ചൂടാക്കി തിളപ്പിക്കണമെങ്കിൽ അതിന് അടപ്പ് വേണം, ഗ്യാസ് അടപ്പ് വേണം, അല്ലെങ്കിൽ വിറകടപ്പ് വേണം. അപ്പം ഇതെല്ലാം ഒരു നിസ്സാര കാര്യത്തിന് പോലും നിരവധി പേരുടെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മെല്ലാവരും എപ്പോഴും എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക. ഓരോ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയുള്ള വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ഞാൻ ഭക്തിഗാനം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാലും അങ്ങൻ മുന്നേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു നാസർജി. താങ്ക് യു. ഞാനൊരു പാട്ട് പാടാം. സ്നേഹമേഴുന്നള്ളി ആത്മാവിൻ വേദിയിൽ പൂമഴയാൽ എന്നെ ധന്യനാക്കാൻ, നിർമ്മല ഹൃത്തതിൽ ശാന്തി പകരുവാൻ സ്നേഹസ്വരൂപൻ സമാഗതനായി, സ്നേഹസ്വരൂപൻ സമാഗതനായി. സ്നേഹമേഴും നള്ളി ആത്മാവിൻ വേദിയിൽ പൂമഴയാൽ എന്നെ ധന്യനാക്കാൻ, നിർമ്മല ഹൃത്തതിൽ ശാന്തി പകരുവാൻ സ്നേഹസ്വരൂപൻ സമാഗതനായി, സ്നേഹസ്വരൂപൻ സമാഗതനായി.
ഒലിവില പാടിയ ഓശാന ഗീതികൾ ഓർമ്മയിൽ ഞാനെന്നും ഓമനിക്കാം. ഒലിവില പാടിയ ഓശാന ഗീതികൾ ഓർമ്മയിൽ ഞാനെന്നും ഓമനിക്കാം. ഓർസലേം വീതികൾ ഇന്നുണർന്നിടട്ടെ എൻ പ്രിയനാഥനെ സ്വീകരിക്കാൻ. സ്നേഹമെഴുന്നള്ളി ആത്മാവിൻ വേദിയിൽ പൂമഴയാൽ എന്നെ ധന്യനാക്കാൻ. സ്നേഹമെഴുന്നള്ളി ആത്മാവിൻ വേദിയിൽ പൂമഴയാൽ എന്നെ ധന്യനാക്കാൻ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു, താങ്ക് യു. താങ്ക് യു സിറിൽ സാർ. Thank you, sir. കളരി വിളക്ക് തെളിഞ്ഞതാണോ കണ്ണമരം പൂത്തു തെളിഞ്ഞതാണോ കളരി വിളക്ക് തെളിഞ്ഞതാണോ മരം പൂത്തു തെളിഞ്ഞതാണോ മാനത്തുന്നെങ്ങാനും വന്നതാണോ മാനത്തുന്നെങ്ങാനും വന്നതാണോ സൂര്യൻ ഉദിച്ചതാണോ വിളക്ക് തെളിഞ്ഞതാണോ കാരിരുളത്ത മുടിയഴകും കാരിരുമ്പോടൊത്ത കൈ കരുത്തും ചങ്കു കടഞ്ഞ കഴുത്തടവും മാറത്ത് മാമ്പുള്ളി പോർച്ചുണങ്ങും മാറത്ത് മാമ്പുള്ളി പോർച്ചുണങ്ങും നെങ്ങാനും വന്നതാണോ സൂര്യൻ ഉദിച്ചതാണോ നാഗത്തളയിട്ട കാൽവടിയും വേലൊത്ത ചേകോന്റെ കൈ മെയ്യഴകും പാതകളി മുറ്റം നിറഞ്ഞു നിൽക്കും അംഗക്കലയുള്ള വീരനാണോ അംഗക്കലയുള്ള വീരനാണോ ും വന്നതാണോ സൂര്യൻ ഉദിച്ചതാണോ കളരി വിളക്ക് തെളിഞ്ഞതാണോ മരം പൂത്തു താങ്ക് യു. 7 മണിയായി. തീം സോങ്ങിലേക്ക് പോവാം. വെൽക്കം. താങ്ക് യു. കൊള്ളാം വിജി മാഡം, സൂപ്പർ, നന്നായി പാടും കേട്ടോ. താങ്ക് യു സിറിൽജി. താങ്ക് യു റിനി മാം. എല്ലാവരും നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു. ജയിക്കാനായി ജനിച്ചവർ നാം, വളരാനായി പിറന്നവർ നാം, വിജയിക്കും വരെ നമ്മൾ പോരാടും, വിജയം കണ്ടേ തിരിച്ചു വരൂ. അഗ്നി പോലെ വരുന്നു, അലകടൽ പോലെ വരുന്നു, ആഞ്ഞു വീശും കൊടുങ്കാറ്റായി നമ്മൾ വരുന്നു. ജയിക്കാനായി ജനിച്ചവർ നാം, വളരാനായി പിറന്നവർ നാം, വിജയിക്കും വരെ നമ്മൾ പോരാടും, വിജയം കണ്ടേ തിരിച്ചു വരൂ, നമ്മൾ വിജയം കണ്ടേ തിരിച്ചു വരൂ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു. ഈ പ്രോഗ്രാം വിജയകരമാക്കാൻ വേണ്ടി എഫർട്ടെടുത്ത റിനി മാഡം ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ സ്നേഹം നിറഞ്ഞ അഡ്വൈസേഴ്സിനും പ്രത്യേകം നന്ദി. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.
താങ്ക് യു.